അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഒരു കമ്പോണൻ്റ് എങ്ങനെ ബോർണിയോ നോക്കി കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോഡിയിൽ നിന്ന് ഒരു റെസിസ്റ്റർ എടുക്കണം. 10K റെസിസ്റ്റർ ആണ് എടുക്കേണ്ടത്. ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണിത്. അപ്പോൾ 10K റെസിസ്റ്ററിന് എടുത്തിട്ട് നമുക്ക് ഈ കീപാഡ് ഫോണിലിടണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോർണിയോ ഓപ്പൺ ചെയ്യാം. ബോർണിയോ എടുത്തിട്ട് രണ്ട് സ്ക്രീൻ കമ്പൈൻ ചെയ്ത് വെക്കുക. ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ലേ ഔട്ടും ഒരെണ്ണം ബിറ്റ് മാപ്പ് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ കമ്പോണൻറ്റിൻ്റെ പേര് ലേഔട്ടിൽ പോയി അടിച്ചാൽ ലേഔട്ടിൽ ഷോ ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടും കമ്പൈൻ ചെയ്ത് വെക്കുമ്പോൾ ഈ ലേഔട്ടിൽ കാണിക്കുന്ന സാധനം ബിറ്റ് മാപ്പിൽ പെട്ടെന്ന് സൂമിനായി കിട്ടും. അങ്ങനെ സൂമിനായി കിട്ടുമ്പോൾ നമുക്ക് ഈ കമ്പോണൻ്റ് എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു 100K റെസിസ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 100K അവിടെ സെർച്ച് ചെയ്തു. എന്നിട്ട് സെർച്ച് കൊടുത്തപ്പോൾ സൈഡിൽ 100K റെസിസ്റ്റർ വന്നു. അപ്പോൾ ആ വന്ന റെസിസ്റ്ററിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്കീമാറ്റിക്സിൽ ആ 100K റെസിസ്റ്റർ വാല്യൂ വരുന്ന റെസിസ്റ്റർ കാണിക്കും. തൊട്ടപ്പുറം തന്നെ ബിറ്റ് മാപ്പിൽ ആ കമ്പോണൻറ്റ് സൂമായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ സെയിം വാല്യൂ ഉള്ള കമ്പോണൻറ്റ് ആ ബോർഡിൽ ഏത് സ്ഥലത്താണെന്ന് നമുക്ക് ബിറ്റ് മാപ്പ് നോക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ച് ആ കമ്പോണൻറ്റ് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് സൂം ചെയ്യുക. എന്നിട്ട് കമ്പോണൻ്റ് എവിടെയാണെന്ന് നോക്കുക. ഇനി ഈ കമ്പോണൻ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള വലിയ കമ്പോണൻ്റോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് പോയിൻ്റോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഇതിൽ കാണിച്ചിരിക്കുന്ന ടെസ്റ്റിംഗ് പോയിൻറ്റിൻ്റെ ഒരു 2 കമ്പോണൻ്റ് ഇപ്പറാണ് ഞാൻ സെർച്ച് ചെയ്ത 100K റെസിസ്റ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കീപാഡ് ഫോണിൽ എടുത്തിടാനുള്ളത് 10K റെസിസ്റ്ററാണ്. പക്ഷേ ഞാനിവിടെ കാണിക്കാൻ വേണ്ടി 100K റെസിസ്റ്റർ അളന്ന് നോക്കിയാണ്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഏത് കമ്പോണൻ്റാണെന്ന് വെച്ചാൽ അടുത്ത ഡിവൈസിലോട്ട് റീപ്ലേസ് ചെയ്യാം.